എന്നെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കും. ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല പുറത്തേക്ക്. എനിക്കെന്റെ വീട്ടിലെങ്കിലും പറയണ്ട സൈക്കോ. ആരും വിശ്വസിച്ചില്ലെങ്കിലും എല്ലാവരും വിശ്വസിച്ചോളും. സൈക്കോ കള്ളൻ സൈക്കോ കള്ളി, നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ ഒരു യൂട്യൂബ് ചാനൽ അറിയായിരിക്കും. കൂടുതൽ നിങ്ങൾക്കറിയണമെങ്കിൽ എള്ളോളം തരി ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലേ. അതായത് പഠിക്കാൻ മടി കാരണം കല്യാണം കഴിച്ച ഒരു കപ്പിൾസ് ആണ് കേട്ടോ ഇവർ. അപ്പം ഇവരുടെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ഇവരാരാണ്, എങ്ങനെയാണ് കല്യാണം കഴിച്ച കാര്യങ്ങളൊക്കെ ഞാനൊരു ചെറിയൊരു ഔട്ട്ലൈനായിട്ട് തരാം. അതായത് പഠിക്കാൻ +2 പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പം പഠിക്കാൻ മടി കാരണം കല്യാണം കഴിച്ചൊരു കുട്ടിയാണ് ഈ സൈക്കോ കള്ളി എന്ന് പറയുന്നത്. ആൻഡ് ഈ സൈക്കോ കള്ളനും അതുപോലെയൊക്കെ തന്നെ 21 വയസ്സിലും 18 വയസ്സിലുമാണ് കല്യാണം കഴിച്ചത്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്, 19, 20, 22 വയസ്സുമാണ് കേട്ടോ ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്. അപ്പം ഓഫ്കോഴ്സ് ഇവർ കല്യാണം കഴിഞ്ഞിട്ട് വേറെ ഒരു വീടൊക്കെ എടുത്ത് താമസിക്കുമായിരുന്നു. ആൻഡ് യൂട്യൂബ് ചാനൽ തുടങ്ങി. വേറെ നോ സോഴ്സ് ഓഫ് ഇൻകം, കാരണം അവർക്ക് എഡ്യൂക്കേറ്റഡ് അല്ല. അപ്പം സോഴ്സ് ഓഫ് ഇൻകമിന് വേണ്ടി യൂട്യൂബിലേക്ക് വന്നു. ആൻഡ് യൂട്യൂബിൽ ഇങ്ങനെയുള്ള കപ്പിൾസിന് നല്ല റീച്ച് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇവരും നല്ല ആയിട്ട് അറിയുന്ന പബ്ലിക് ഫിഗേഴ്സ് തന്നെയാണ്. പിന്നെ ഇവർക്ക് എന്താ പറയുക, നമ്മൾ അങ്ങനെ വന്നിട്ട് കാര്യമില്ലല്ലോ, കണ്ടൻറ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ കണ്ടൻറ്റ് കൊടുക്കാൻ വേണ്ടി ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഇവർ ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രഗ്നൻ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞു, വേറൊരു വീട്ടിലായിരുന്നു താമസം. അങ്ങനെ ഇവരുടെ അച്ഛന്, അതായത് ഈ ചെറുക്കൻ്റെ അച്ഛന് ഡിമെൻഷ്യ ആയിരുന്നു. അപ്പം അങ്ങനെ വയ്യാതൊക്കെ ആയപ്പം ഇവർ എന്ത് ചെയ്തു, വാടകയ്ക്ക് താമസിക്കുന്നിടത്തുനിന്ന് നേരെ ഈ ചെറുക്കൻ്റെ വീട്ടിലേക്ക് വന്നു. അവരവിടെ താമസം തുടങ്ങി. അങ്ങനെ താമസം തുടങ്ങിയപ്പം ഈ പുള്ളി അപ്പിയിടുന്നതും അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുന്നതൊക്കെ സ്നഗ്ഗിയൊക്കെ ഇട്ടിട്ടാണ്. അപ്പം പല സമയങ്ങളിലും ഈ സ്നഗ്ഗിയൊക്കെ ഊരി കളഞ്ഞിട്ട് ആ റൂം ഫുള്ളും ഇങ്ങനെ വൃത്തികേടാക്കുന്നു. അതുപോലെ തന്നെ ആ പെൺകുട്ടിക്ക് അവിടെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന പെണ്ണല്ലേ, ഓഫ്കോഴ്സ് നമുക്കറിയാലോ. അങ്ങനെ ഒളിച്ചോടി വരുന്നവർക്ക് ഒരു 100% ആൾക്കാരിൽ ഒരു 80% പെൺകുട്ടികളും സഹിക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത്. നീ ഇറങ്ങി വന്നതല്ലേ, നീ ഇങ്ങനെ ഓടിപ്പോയതല്ലേ, അങ്ങനെ പല വാക്കുകളും കേട്ടിട്ടുള്ളവരും കേൾക്കേണ്ടി വരും, ഉറപ്പായിട്ടും വരുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറേ പീഡനങ്ങൾ ഈ കുട്ടി ആ വീട്ടിൽ അനുഭവിച്ചു തുടങ്ങി. അങ്ങനെ ആ സമയത്താണ് ഈ സൈക്കോ കള്ളൻ്റെ അച്ഛൻ ഈ മരുമോളെ കയറി പിടിക്കുന്നു. അവിടെയും ഇവിടെയും ഒക്കെ പിടിച്ചു കേട്ടോ. അപ്പം ഫസ്റ്റ് ടൈം അങ്ങനെ ഉണ്ടായപ്പം ആരടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടി ആരടുത്തും ഒന്നും പറഞ്ഞില്ല. ഓഫ്കോഴ്സ് ഇങ്ങനെ അസുഖമുള്ള ഒരാളല്ലേ, സാരില്ല പൊട്ടേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുന്നു. ഓക്കെ, പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. അങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പം യൂട്യൂബ് ചാനലിൽ ഒന്ന് പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം കുറച്ച് നാളിന് ശേഷം ഇൻസ്റ്റയിൽ ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു, കുഞ്ഞുണ്ടായി എന്നുള്ള രീതിയിൽ. എന്നിട്ട് അതിനെ യൂട്യൂബിൽ വന്ന് ഇവർ റിയാക്ട് ചെയ്തു, ഇത് വെറും AI ആണെന്നൊക്കെ പറഞ്ഞു. ബിക്കോസ് കണ്ടൻറ്റ് വേണമല്ലോ, വേറൊരു സോഴ്സ് ഓഫ് ഇൻകം അവർക്കില്ല. സോ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് അവരങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നു. ആൻഡ് അതൊരു റീച്ചിലൊക്കെ അങ്ങനെയാണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കണ്ടൻറ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ പ്രസവം അത് ഇതെന്നൊക്കെ പറയുമ്പോൾ കണ്ടൻറ്റാണ്. ഓഫ് കോഴ്സ് അതൊരു കണ്ടൻറ്റാണ്. കല്യാണം, പ്രസവം, ഈവൻ എൻ്റെ ചാനൽ പോലും ഭയങ്കര റീച്ചിലെത്തിയത്, ഭയങ്കര റീച്ചല്ല, കുറച്ചെങ്കിലും റീച്ചായത് എൻ്റെ കല്യാണം കൊണ്ടാണ്. സോ ഈ കല്യാണം, പ്രസവം, അത് ഇതെന്നൊക്കെ പറയുമ്പോൾ, ഫാമിലി പ്രോബ്ലം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് റീച്ച് കിട്ടുന്ന ഒരു സാധനമാണ്. സോ അവരും അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി റീച്ചിലേക്ക് വന്നു. എന്നിട്ട് അതിനെ ഒന്ന് റിയാക്ട് ചെയ്തപ്പോൾ അതൊരു പബ്ലിക് സംഭവമായി. അങ്ങനെ കുറച്ച് റീച്ചൊക്കെ കിട്ടി കേട്ടോ അവർക്ക്. അപ്പോൾ കുറേ ആൾക്കാർ, അപ്പോൾ ആ ഒരു ടൈമിൽ ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ കുറേ ആൾക്കാർ നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ്സ് പറയാൻ പാടില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി അത് ഫൈനലി വന്ന് സത്യമായി കേട്ടോ. അതായത് ഒരു ദിവസം വീണ്ടും ഈ ചെറുക്കൻ്റെ അച്ഛൻ അവിടെ ഫുള്ളും ഇങ്ങനെ വൃത്തികേടാക്കി. അപ്പം അത് ഫുൾ ക്ലീൻ ചെയ്തിട്ടാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പം എന്താണ്, 19-ാം വയസ്സിൽ പ്രഗ്നൻ്റ് ആകുമ്പം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഗർഭപാത്രത്തിനൊക്കെ ആണെങ്കിലും അത്രയും ഒരു കട്ടിയോ അല്ലെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് മെച്ചുവേർഡ് അല്ലേ. ഈ പണ്ടത്തെ കാലത്തെ ആൾക്കാരുടെ പോലെ അത്ര സ്ട്രോങ് ഒന്നും ആയിരിക്കത്തില്ല. കാരണം നമ്മൾ അത്ര പണിയെടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. സോ പണ്ടത്തെ കാലത്തെ സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ 19 വയസ്സൊക്കെ ഉള്ളൊരു പെൺകുട്ടിക്ക് പ്രസവിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി കുറച്ച് പാടാണ്. അപ്പോൾ അതുപോലെ തന്നെ പുള്ളിക്കാരിക്ക് എന്തോ ചീത്ത ബ്ലഡ് എന്തോ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്ലഡ് പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ബ്ലീഡിങ് ഉണ്ടായിരുന്നു ആൻഡ് ബെഡ് റെസ്റ്റ് എടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടായിരുന്ന സമയത്ത്
അപ്പോൾ ആ ഒരു ടൈമിൽ ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ സമയത്താണ് ഈ പുള്ളിക്കാരൻ ഇങ്ങനെയുള്ള ലീലാവിലാസങ്ങളൊക്കെ കാണിച്ചു വെച്ചു. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പം ആ പുള്ളിക്കാരിൻ്റെ എന്താ പറയുക ബ്ലഡ് മാത്രമല്ല ലൈക്ക് അബോഷനായി ഗൈസ്. അപ്പം ഇതും സത്യമാണോ എന്ന് കുറേ പേര് ഈ ഒരു കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരുപാട് നെഗറ്റീവ്സ് ഇതുപോലെ കള്ളത്തരം പറഞ്ഞതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഇത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു കമൻറ്റിന് താഴെ വന്നൊരു കമൻറ്റ് ഉണ്ട്, അത് ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുകയും വായിക്കുകയും ചെയ്യാം. അതിന് മുന്നേ കാര്യങ്ങൾ പറഞ്ഞു തീർക്കണമല്ലോ. ദൈവമേ, ഇതൊരു ഭയങ്കര കഥയാണ് ഗൈസ്. അപ്പം ഇങ്ങനെ അവർ വന്ന ആ ഒരു സാധനം, വെളിയിലേക്ക് വന്ന ആ ഒരു സാധനം ഫോട്ടോ എടുത്ത് കാണിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ അപ്പൻ ഈ മോളുടെ വീണ്ടും പിടിച്ചു ഗൈസ്, കയറി പിടിച്ചു. നല്ലൊരു ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ അവർ അവിടെ നിന്ന് വീട് വിട്ടിറങ്ങി. അപ്പം അബോഷനായി. അപ്പോൾ അതൊക്കെ വന്നിപ്പോൾ പറയുമ്പം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ കുഞ്ഞിനെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയരുത്, അത് അന്ന് പറഞ്ഞപ്പോഴേ അങ്ങനെ വന്നതല്ലേ, ഇങ്ങനെയല്ലേ എന്നൊക്കെ. പക്ഷേ ഇതിൽ നിന്നൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് നോട്ട് മാരേജ്, അല്ലെ കല്യാണം അല്ല ഒരു നമ്മുടെ ഏത് പെൺകുട്ടിയുടെയും ഒരു നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കല്യാണത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക. ആൻഡ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത്. ബട്ട് എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക, ശരിയേടാണ് തെറ്റേടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും, ആൻഡ് ഇറ്റ്സ് ബേസിക് ആയിട്ടുള്ളൊരു നീഡാണ് എല്ലാവർക്കും. അതൊരു പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ പഠിച്ച് സ്വന്തം കാലിൽ നിന്നിട്ട് ആരാണെങ്കിലും കല്യാണം എന്ന് പറയുന്നൊരു സാധനത്തിലേക്ക് ചാടാവുള്ളൂ. അല്ലാതെ 18 19 വയസ്സിൽ ഒട്ടും മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്ത് കാണുന്നവൻ്റെയൊക്കെ കൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും ലൈഫ്. അല്ലെങ്കിൽ കാണുന്ന ഫാമിലിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും ലൈഫ് ഉറപ്പായിട്ട്. നമ്മൾ ചിന്തിക്കുക. അല്ലെങ്കിൽ 6 മാസം ഇപ്പം എന്താ പറയുക, ഇപ്പം ഇങ്ങനെയാണ്, ഇൻസ്റ്റയിൽ കാണുന്നു 6 മാസം കൊണ്ട് മിണ്ടുന്നു, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് മിണ്ടുന്നു, പിറ്റേ ദിവസം കല്യാണം, അതൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. സോ നമ്മുടെ ലൈഫാണ്. സോ നമ്മുടെ ലൈഫ് ഒരു എന്താ പറയുക, അത് നമുക്ക് ചുമ്മാ ഒടിച്ച് കളയാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമല്ല. സോ കുട്ടികളെ, നിങ്ങൾ ഒരിക്കലും ആർക്കും മാതൃകയാകരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിൽ അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഇവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരാൾ കമൻ്റ് ഇട്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമുക്കിവിടെ നിർത്താം. അപ്പം ഞാൻ ആ കമൻ്റ് ഒന്ന് വായിക്കട്ടെ ഗൈസ്. ഞാൻ ആ കമൻ്റ് ഇവിടെ കൊടുക്കാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കമൻ്റാണ് കേട്ടോ. ഓക്കെ, ഇതിൽ പ്രാങ്ക് ആണോ ആക്ടിംഗ് ആണോ എന്ന് വ്യൂവേഴ്സിന് ഡൗട്ട് ആവാനുള്ള മെയിൻ റീസൺ നിങ്ങൾ തന്നെയായിരുന്നു പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞത്, അതായത് പ്രാങ്ക് ആണോ അല്ലയോ എന്നുള്ള ആൾക്കാർക്ക് തോന്നാനുള്ള മെയിൻ റീസൺ അവർ തന്നെ ആണെന്നാണ് പുള്ളി പറയുന്നത്. എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് എന്തെന്ന് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും എൻ്റെ ബയോ എടുത്തു നോക്കൂ, ഞാൻ അതിൽ ക്ലിയറായി പറഞ്ഞിട്ടുണ്ടെന്ന്. ഓക്കെ, ഇപ്പം പറയുന്നത് ഞാൻ 2 കാലിൽ നിൽക്കട്ടെ അപ്പോൾ കാണിച്ചു തരാമെന്നാണ്. ചിലപ്പോൾ ഏജ് ഈസ് ഓൾസോ എ മാറ്റർ. അമ്മാവൻ എന്നോ തന്ത വൈബ് എന്നും പറഞ്ഞാലും നോ പ്രോബ്ലം. ഇന്ന് രാത്രി ഉറങ്ങി നാളെ എഴുന്നേക്കുമെന്ന് ഞാനൊക്കെ ആലോചിക്കുന്നില്ല. യെസ്, ഓഫ് കോഴ്സ്, അത് കറക്റ്റായൊരു കാര്യമാണ്. നമുക്ക് പോലും അറിയില്ല അടുത്തൊരു നിമിഷം എന്താണ് സംഭവിക്കുന്നത്. ഒരുപാട് അസുഖങ്ങളും ഒരുപാട് പ്രശ്നം നമുക്ക് ഇന്ന് കണ്ടവരെ ചിലപ്പോൾ നാളെ കാണണമെന്നില്ല. അതായത് ഈ ഒരു ഒറ്റക്കാലിൽ ഇപ്പോൾ 2 കാലിൽ നിൽക്കട്ടെ, ഇവർ 2 കാലിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവർ കല്യാണം കഴിച്ചത്. ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഇല്ല, ഞങ്ങൾക്കൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ 2 കാലിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ നോട്ട് മാറ്റർ എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഇതായതുകൊണ്ടായിരിക്കും കുറച്ചെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റുന്നത്. എന്നാൽ എഡ്യൂക്കേഷൻ ഇല്ലാതെ 2 പേര് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങി അത് സക്സസ്ഫുൾ ആകണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ എന്താ പറയുക, എഡ്യൂക്കേഷൻ ഇല്ലാതെ എന്ത് പണി ഇന്നത്തെ കാലത്ത് കിട്ടും? അതാണ് ഞാൻ ചോദിക്കുന്നത്. എഡ്യൂക്കേഷൻ അറ്റ്ലീസ്റ്റ് ഒരു 10ാം ക്ലാസ് എങ്കിലും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു +2 എങ്കിലും ഒരു മിനിമം ഒരാൾക്ക് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ മിനിമം ഒരാൾ അത്രയെങ്കിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കണം. ഓക്കെ, ഇപ്പം അതുൽ ബ്ലോഗ് ഇതിനെ റിയാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിയാക്ഷനാണ് പുള്ളി കൊടുത്തത്. അതായത് ഇയാൾ പറഞ്ഞത് ഞാൻ 2 കാലിൽ നിൽക്കട്ടെ എന്നിട്ട് നിന്നോട് വന്ന് ചോദിക്കാം. പക്ഷെ അതുൽ എന്താണ് പറഞ്ഞത്?
പോയി പണിക്ക് പോയി ജീവിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതിനോട് ഞാനും സപ്പോർട്ട് ചെയ്യുന്നു ഗൈസ്. പിന്നെ പുള്ളി പറയുന്നത് ചിലപ്പോൾ ഏജ് ഇസ് എ മാറ്റർ മാവനെന്നൊക്കെ പറഞ്ഞോളൂ. യെസ്, ദാറ്റ്സ് കറക്റ്റ്. 5-3 ഇയേഴ്സ് അല്ല 30 ഇയർ നിന്ന് ഷോപ്പിലാണെങ്കിലും അവർ ഫോൺ എടുത്തില്ലെങ്കിലും കീ യൂസ് ചെയ്ത് ഷോപ്പ് ഓപ്പൺ ആക്കിയത് ഇറ്റ്സ് നോട്ട് ജസ്റ്റിഫൈഡ്. അതായത് 3-4-5 വർഷം നിന്നിടത്താണെങ്കിലും അത് ഓക്കെ. ലാസ്റ്റ് വീഡിയോയിൽ വരെ യൂട്യൂബേഴ്സ് ഫോർച്യൂണർ മേടിച്ചു. ഓക്കെ ഗൈസ്, എന്താണ് യൂട്യൂബർ ഫോർച്യൂണർ മേടിച്ചതിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു, അതായത് എനിക്കിപ്പം വീട്ടിലെ ഫുൾ പ്രശ്നങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഫോർച്യൂണർ വാങ്ങിക്കാം എന്നുള്ളത്. ഇങ്ങനെ കുറേ കമൻറ്റുകളും കുറേ നെഗറ്റീവ്സും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നത് തന്നെ ഇവർ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ ഒന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. സോ എന്തായാലും ഇവരെ ഒന്നും കണ്ട് ഇനിയുള്ള തലമുറകൾ പഠിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം എല്ലാവർക്കും യൂട്യൂബൊന്നും സക്സസ് ആകണമെന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവർക്കും യൂട്യൂബൊന്നും സക്സസ് ആകണമെന്നില്ല. പിന്നെ എല്ലാവർക്കും എന്താ പറയുക, എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. ഇനിയുള്ള എല്ലാവരും തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കുക, ജോലി വാങ്ങിക്കുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുക. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആകുക, എന്നിട്ട് കല്യാണം കഴിക്കുക. എനിക്കിത്ര പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.